Good morning, all. Good morning, ma'am. Okay, അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതാണല്ലേ? ടീച്ചർ ഗുഡ് ബൈ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ റിവിഷൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ചെയ്യാനുള്ള ടൈം എങ്ങനെയാണെന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ എടുത്ത നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് ചെറിയൊരു റിവിഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും ടീച്ചർ ബുദ്ധിമുട്ടുണ്ടോ? ചെറിയൊരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം. വേറെ എക്സ്ട്രാ എടുക്കാനൊന്നും. ഓക്കെ, ഇന്നലെ അശ്വതി മാമും ഇതേപോലെ എടുത്തായിരുന്നു. അശ്വതി മാമിന്റെയും ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു മേ ബി നാളെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഇനി ഷംസിന്റെ കുറച്ച് പോർഷൻസ് കൂടി അല്ലേ കവർ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണല്ലോ. ഓക്കെ, നിഷ മാമിന്റെ കുറച്ച് പോർഷൻസ് കൂടി അല്ലേ ഇനി കംപ്ലീറ്റ് ആവാനുള്ളൂ. അതെ മാം, അതെ മാം. അപ്പോ നാളെ എന്തായാലും നിഷ മാമിന്റെ ക്ലാസ് ആയിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് കവർ ചെയ്തതിനു ശേഷം നമ്മുടെ ക്ലാസ് ഏകദേശം നാളത്തോണ്ട് കംപ്ലീറ്റ് ആകും. അപ്പൊ ഞാൻ എടുത്ത പോർഷൻസിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളത് ഇവിടെ വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഞാൻ ഇതിന്റെ കൂടി റിവിഷൻ പോലെ ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണോ? ഓക്കെ, Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഇതൊന്ന് കുറച്ച് മുന്നെടുത്തതാണ് നമ്മൾ അല്ലെ. ഏറ്റവും ആദ്യമല്ലേ നമ്മളതൊക്കെ എടുത്തു പോയത്. മീൻസ് മൊഡ്യൂൾ വൈസ് തിരിക്കുന്നതിന് മുൻപായിട്ട് ഓൾറെഡി നമ്മൾ എടുത്തു പോയ ചാപ്റ്റർ ആണ് അല്ലേ. അപ്പൊ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് മറന്നൊക്കെ പോയിട്ടുണ്ടാകാം അല്ലെ. മറന്നുപോയോ? പഠിക്കുന്നുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട് എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? അതിൽ മെയിൻ ആയിട്ട് ടീച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ബാക്കി നിങ്ങൾ പഠിച്ചോളും എന്തായാലും. അപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ അതിന് മെയിൻ ആയിട്ട് പറഞ്ഞു ട്രാൻസ്ഫർ അല്ലെ, ഇന്റർ ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ട്രാൻസ്ഫർ ഉണ്ട്. മെയിൻ എയിം എന്തായിരുന്നു? മെയിൻ എയിം എന്ന് പറയുന്നത് ആൻസർ അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. The main aim in such all shifting is എന്തായിരുന്നു? മെയിൻ എയിം ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മെയിൻ എയിം അല്ലെ, പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ് ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ. ലാൻഡ് ട്രാൻസ്ഫർ ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട്, പേഴ്സണൽ ഗോയിങ് എലോ. Then നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് പേഷ്യന്റ്, കംപ്ലീറ്റിംഗ് requisite records and shifting patient to another department within the hospital or to another hospital or home അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ ഈ ചാപ്റ്ററിന്റെ എക്സാം നമ്മൾ നടത്തും. ഓക്കെ, ദെൻ പർപ്പസ്, നമ്മൾ ഉദ്ദേശം എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന പർപ്പസ്, കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു. ഇനി മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ. എന്തൊക്കെയായിരുന്നു? ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. അപ്പൊ പ്രത്യേകമായിട്ട് പറഞ്ഞു അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ എടുത്തു പോയപ്പോ പഠിച്ചിട്ടുണ്ട്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇന്റേണൽ ട്രാൻസ്ഫർ വരിക? ഇന്റേണൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഒരു ഏരിയയിൽ നിന്നും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എക്സാമ്പിള് ജനറൽ വാർഡിൽ ICU അല്ലെ. ഒരു വാർഡിൽ നിന്നും ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്നും പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള കേസസ് ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരിടത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതാണ് ഇന്റേണൽ. ഇൻ എന്ന് വെച്ചാൽ ഉള്ളിൽ. അങ്ങനെയുള്ള ഒരു മീനിങ് പഠിക്കാം. ഇന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഉള്ളിൽ. ദെൻ എക്സ്റ്റേണൽ, എക്സ്റ്റേണൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ എക്സ്റ്റേണൽ ട്രാൻസ്ഫറിന്റെ ഉദാഹരണമാണ് എന്താണ്? ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതാണ് ഇത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്.
ട്രാൻസ്ഫർ വിത്ത് ഫെസിലിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞു. ദെൻ എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രാൻസ്ഫർ എക്സ്റ്റൻഡ് വിപുലീകരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ വരും അല്ലെ. ദെൻ കീ എലമെന്റ്സ് എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ഫർ ചെയ്ത് എടുക്കുന്ന ഡിസിഷൻസ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ്. ദെൻ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ അതിൽ നമ്മൾ എയർവേ 4 ടൈപ്പാണ് പഠിച്ചത്. എയർവേ, ബ്രീസിംഗ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഓക്കെ. ദെൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും. അതില് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ ഒരു ചാപ്റ്റർ കുറച്ചധികമായി നമ്മൾ എടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് റിപ്പീറ്റ് പറയുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് ഒന്നും കുഴപ്പമില്ല, ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രയും നമ്മള് ഈ അടുത്തെടുത്തതാണല്ലോ അല്ലെ. ഇത് കുറച്ച് നമ്മൾ ബാക്കിലല്ലേ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തത് ആണോ, കുറെ മുന്നായിട്ട് എടുത്തതല്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രമേ കേട്ടോ. ഓക്കെ. ബോറിംഗ് ആണോ പറഞ്ഞപ്പോ? കുറച്ചായല്ലോ, അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ. എന്തായാലും കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, MIC. ബേസിക് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് അത്ര ക്രിട്ടിക്കൽ ഒന്നും അല്ല, വലിയ ബുദ്ധിമുട്ടില്ലാത്ത പേഷ്യൻസ് ആണ്. ലൈഫ് അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഡിഫിബ്രിലേഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. MIC എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. ദെൻ എയർ ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ എയർ ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ആകുന്നത് ഏത് ടൈപ്പ് പേഷ്യൻസിനാണ്? ഏത് പേഷ്യൻസിനാണ് എയർ ട്രാൻസ്പോർട്ട്? ഓർക്കുന്നുണ്ടോ? ക്രിട്ടിക്കൽ ആണ്. ഓക്കെ. പക്ഷേ ക്രിട്ടിക്കൽ അല്ലാതെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എയർ ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ. ദെൻ നമ്മൾ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രത്യേകം പറഞ്ഞു. ലെവൽ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പേഷ്യന്റിന്റെ കൂടെ വേറെ ഒരു കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര ക്രിട്ടിക്കൽ ലെവലൊന്നും അല്ല. ലെവൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പാരാമെഡിക് ട്രെയിനഡ് നഴ്സ് കൂടെ ഉണ്ടായിരിക്കണം. ദെൻ ലെവൽ 2 എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യന്റ് ആണ് ലെവൽ 2 എന്ന് പറയുന്നത്. ദെൻ ലെവൽ 3 എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ഫെയിലിയർ ഓർഗൻസ്. ഓക്കെ. ഇനി എക്യുപ്മെന്റ്, ഡ്രഗ്സ് നമ്മൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകളും എക്യുപ്മെന്റുകളുടെ കാര്യമാണ് പറയുന്നത്. ലാസ്റ്റ് വന്ന് പറഞ്ഞത് ഡോക്യുമെന്റേഷൻ. എന്തെല്ലാം ഡോക്യുമെന്റ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വേള എല്ലാ പേഷ്യൻസിന്റെ ഒപ്പം നമ്മൾ കൊടുത്തയക്കേണ്ട ഡോക്യുമെന്റ്സ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ എടുത്തതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ ചിലപ്പോ ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടാവേ. വേറെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇത് കുറച്ച് ബാക്കിൽ ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്നുള്ള നമുക്ക് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതാണ്. പ്രീവിയസ് എല്ലാം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളിട്ട മോക്ക് ടെസ്റ്റുകളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാവേ. ദെൻ ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കണോ ആൻസർ? അല്ലെങ്കിൽ കമന്റ് ജസ്റ്റ് പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കണമെന്നുണ്ടോ? ആൻസർ ചെയ്യണമെന്ന് എഴുതിയാ മതിയോ? എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണ്? മറ്റുള്ളവരുടെ അഭിപ്രായം ആർക്കും എഴുതണമെന്നില്ല, എഴുതി തെറ്റിപ്പോകുന്നതാണോ? കൂട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ കമന്റ് ചെയ്യും അല്ലെ? എഴുതാം. ഓക്കെ. ഓക്കെ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ മാത്രം ഫസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, കാരണം അത് കുറെ ബാക്കിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഓക്കെ നമുക്ക് ഇത് കുറച്ച് ബാക്കിലായിട്ട് എടുത്തതാണല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എഴുതാം. എന്ത് പറയുന്നു? ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്റർ കമന്റ് ചെയ്താൽ മതി, കാരണം കുറച്ചു പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കുറച്ച് മുന്നേ എടുത്തൊരു ചാപ്റ്റർ ആയതുകൊണ്ട് 50% പേര് പഠിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പഠിച്ചിട്ടില്ല എന്നെല്ലാം മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പോ. സത്യാവസ്ഥ അതല്ലേ? ആണോ? സത്യാവസ്ഥ അതല്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, കാരണം ഈ അടുത്തെടുത്തതല്ല. അപ്പൊ അത് കുറച്ചും കൂടി നിങ്ങൾ പഠിക്കാനുണ്ട് നല്ല രീതിയിൽ. അത് പഠിക്കണം കേട്ടോ, കുറച്ച് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, എല്ലാവരും തന്നെ പഠിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ ആൻസർ. പറയില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പൊ അവരൊന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ നന്നായിട്ട്. അപ്പോ നമ്മൾ പറഞ്ഞു
ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടെ. ദ മെയിൻ എയിം ഓഫ് ട്രാൻസ്ഫർ ഈസ്, എന്താണ് ഒരു ട്രാൻസ്ഫറിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്? മെയിൻ എയിം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. മെയിൻ എയിം വെൽ ഡെവലപ്ഡ് കെയർ. ഓക്കെ, ദെൻ കറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് നമുക്ക് പ്രത്യേകം പറയുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഓഫ് കെയർ. വെൽ ഡെവലപ്ഡ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മളുടെ PDF-ലെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ എക്സാമ്പിൾ പറയാം കേട്ടോ. The patient transferred to ward to ICU. ഏത് ടൈപ്പാണ്? ward to ICU. ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? ഇന്റേണൽ. ഓക്കെ, ഇൻപേഷ്യന്റ് എന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ ശ്രീജ. ഇൻപേഷ്യന്റിലോട്ട് പോയോ? ഇന്റേണൽ ആണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, ഇന്റേണൽ. ഓക്കെ, അപ്പൊ ഇന്റേണൽ എന്ന് പറഞ്ഞാല് ഉള്ളിൽ തന്നെ, ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കാം. The decision to transfer patient is decided by. ആരാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത്? ആരാണ്? ഡോക്ടർ ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം അതിൽ പറയുന്നുണ്ട്. സീനിയർ കൺസൾട്ടന്റ്. സുനീറ പറഞ്ഞിട്ടുണ്ട് സീനിയർ കൺസൾട്ടന്റ്. അപ്പൊ അതുപോലെ തന്നെ ഇത് പഠിക്കണം കേട്ടോ. ഡോക്ടറും ഫിസിഷ്യനൊക്കെയാണ് ഓക്കെ, എങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സീനിയർ കൺസൾട്ടന്റ് കേട്ടോ. അപ്പൊ നമ്മളൊരു ചെറിയ കാര്യം പോലും എക്സാമിന് വരികയാണെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് പോകില്ലേ? അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ETT. എന്താ ETT ഫുൾ ഫോം? ETT എന്തോ ബാക്കി ആർക്കും പറയാനില്ല, എല്ലാവരും മറന്നിരിക്കണോ? എൻഡോട്രയാക്കൽ ട്യൂബ്. ഓക്കെ, പഠിക്കണം കേട്ടോ. പഠിക്കാത്തവർ പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ എല്ലാവരും പഠിക്കണം കേട്ടോ. എൻഡോട്രയാക്കൽ ട്യൂബ്. ഓക്കെ, GCS. അടുത്തത് ഫുൾ ഫോം എന്താണ്? GCS ഗ്ലാസ്ഗോ. എല്ലാവരും മറന്നിരിക്കാനായിട്ട് എല്ലാവരും പഠിക്കണോട്ട്. ഈ ഒരു ചാപ്റ്റർ എന്തായാലും ഗ്ലാസ്ഗോ സ്കെയിൽ അല്ലെ? ഓക്കെ, പഠിക്കാത്തവർ പഠിക്കണോണ്ട്. GCS ഒക്കെ എന്തായിട്ടും ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഗ്ലാസ്ഗോ സ്കെയിൽ. ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. Ambulance are conditioned with adequate staff and monitoring device is called. ഏത് ടൈപ്പ് ആംബുലൻസ് ആണെന്നാണ് കേട്ടോ ചോദ്യം. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കാം. Ambulance are conditioned with adequate staff and monitoring devices is called. ആൻസർ പറഞ്ഞോ? Ambulance are conditioned with adequate staff and monitoring devices. ആൻസർ ഏതാണ്? എല്ലാവരും അഡ്വാൻസ്ഡ് ആണല്ലോ പറഞ്ഞത്. അഡ്വാൻസ്ഡ് ആണോ? അഡ്വാൻസിൽ എന്താണ് പറയുന്നത്? ആൻസർ ഏതാ? ബേസിക് ലൈഫ് സപ്പോർട്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ലൈഫ് സപ്പോർട്ട് അല്ലെ? നമ്മൾ പറഞ്ഞു. നിങ്ങളെല്ലാവരും ആൻസർ പറഞ്ഞത് എന്താണ്? അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞു. അഡ്വാൻസ്ഡ് തുടങ്ങുമ്പോ കുറച്ചും കൂടി എൻഡോട്രയാക്കൽ ട്യൂബ് ഒക്കെ ഇൻക്ലൂഡ് അല്ലേ? ആണോ? കണ്ടോ? വീണ്ടും ഒരു മാർക്ക് പോയിട്ടുണ്ട് എല്ലാവരുടെയും. ഓക്കെ, അപ്പോ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ആഡിക്വേറ്റ് കണ്ടീഷൻഡ് സ്റ്റാഫ് ആൻഡ് മോണിറ്ററിംഗ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. MICU എന്നുള്ളൊരു ആംബുലൻസ് ഉണ്ടല്ലോ, അത് കൂടുതൽ യൂസ്ഫുൾ ആർക്കാണ്? MICU is mostly useful for MICU ന്റെ ഫുൾ ഫോം എന്താണ്? MICU ഫുൾ ഫോം അതറിയോ? ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് MICU വരുന്നത്. Then
ഫുൾ ഫോം എന്തായിരുന്നു MICUന്റെ? മെഡിക്കൽ ആർക്കറിയില്ല? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ. Then next നോക്കാം കേട്ടോ. Most suitable method of transporting patient for organ transplant. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഏതാണ്? എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം, ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, എന്നിട്ട് അത് ആൻസർ പറയാം. ഐഡന്റിഫൈ ലെവൽ ഓഫ് ദ പേഴ്സന്റെ ലെവല് നമ്മൾ പഠിച്ചില്ലേ, ലെവൽ 0, ലെവൽ 1, 2, 3 ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. It consists of patients who are in need of observation for failure of single organ system. സിംഗിൾ ഓർഗൻ സിസ്റ്റം, ഒരു ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ളത് ഏതാണ് ആൻസർ? ലെവൽ 2. എല്ലാവർക്കും ലെവൽ 2 തന്നെയാണോ ആൻസർ? ഓക്കെ. ലെവൽ 3 ആർക്കും വന്നിട്ടില്ലല്ലോ? ഓക്കെ. ലെവൽ 3 എന്ന് പറയുന്നത് എന്താണ്? 2 ഓർഗൻ ഫെയിലിയർ ആവുന്നത്. സിംഗിൾ ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെവൽ 2. ഓക്കെ. Then most critical level of patient ഏതാണ്? ലെവൽ 0 ആണോ, 1 ആണോ, 2 ആണോ, 3 ആണോ? മോസ്റ്റ് ക്രിട്ടിക്കൽ പേഷ്യന്റ്, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നത് 3 ആണോ? എല്ലാവരുടെ ആൻസർ ഇതിൽ മാറ്റമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ ലെവൽ 3 ആണ് ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് വരുന്നത്. Then ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, കുറച്ചധികം പേർക്കും കുറേ ആൻസറുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ലേ? കുഴപ്പമില്ല, പഠിക്കാം. കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ടാണെന്ന് എനിക്കത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ എക്സാം ഇടാത്തത്. ക്ലിയർ ആയോ? അപ്പൊ പഠിക്കാത്തവർക്ക് നമുക്കറിയാലോ നമ്മൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പഠിക്കാൻ വിട്ടുപോയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് മറന്നുപോയതായിരിക്കാം അല്ലെ? ഇത്രയൊക്കെ ഓപ്ഷൻ ഇല്ലാതെ ചെയ്തു, അത് കറക്റ്റ് ആണ്, നിങ്ങൾ ചെയ്തല്ലോ, ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. എങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് ഗ്യാപ്പ് ഉള്ളതിന്റെ പേരിൽ ചില കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫുൾ ചെയ്യും. ഓക്കെ, ഞങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയാൽ മാത്രം ചെയ്യുള്ളൂ, ഇങ്ങനെയാണോ? ഓപ്ഷൻ ഇല്ലാണ്ട് പറഞ്ഞിരിക്കണം, ഇങ്ങനെ ആയിരിക്കേണ്ടത് നമ്മുടെ പഠനം അല്ലെ? ഓപ്ഷൻ ആവുമ്പോ കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവില്ലേ? ഓപ്ഷൻ നമ്മൾ പഠിച്ചിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷന് വേണ്ടി മാത്രം ഇരിക്കണ്ട, പഠിച്ചിരിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ മറന്നു പോയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, കുറച്ച് ബാക്കോട്ടുള്ള ചാപ്റ്ററുകൾ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക. നമ്മൾ ഈ അടുത്ത് പോയതൊക്കെ പിന്നെയും കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പഠിച്ച് കംപ്ലീറ്റ് ആക്കണം. ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ നിങ്ങൾ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പഠിക്കുകയല്ലോ അവിടെ നിന്ന് തന്നെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്ററിലേക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ചാപ്റ്റർ പബ്ലിക് എടുക്കാം കേട്ടോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, കുറച്ചധികം നമ്മൾ ഇയറുകൾ കാര്യങ്ങളൊക്കെ പഠിച്ച ചാപ്റ്റർ ആണ്. പഠിച്ചോ അല്ലെ? കുറച്ചധികം ഇയറുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്ത് പോയിട്ടുണ്ട്. എടുത്തിട്ടുണ്ടോ? ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് എടുത്തത് അല്ലെ? ആ ഒരു ക്ലാസ്സിലൂടെ തന്നെ ഒരു 50% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പഠിച്ചോ അങ്ങനെ? അപ്പോ എത്തിക്കൽ ആൻഡ് ലീഗലി നമ്മള് കുറച്ചധികം ഇയറുകളാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെ? കുറച്ച് ആക്ടുകൾ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഫുൾ ഫോമുകൾ വന്നിട്ടുണ്ട്. ആക്ടുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ഇയറുകളും ആക്ടുകളും അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി നോക്കിയാലോ? റെഡിയാണല്ലോ എല്ലാവരും? എത്തിക്കൽ ആൻഡ് ലീഗലൊക്കെ കുഴപ്പമില്ലല്ലോ, നമ്മൾ പഠിച്ചതല്ലേ നല്ല രീതിയിലാണ്. ഓക്കെ, കുറച്ച് ചില ചാപ്റ്റർ നമുക്ക് കമന്റുകളിലൂടെ ആൻസർ പറയാം, ചിലത് നമുക്കൊന്ന് എഴുതി നോക്കാം. അതല്ലേ നല്ലത്? ആണോ? ആണോ? ഒരു റെസ്പോൺസും ഇല്ലാലോ. ഓക്കെ, കമന്റ് പോരേനോ?
എന്ത് പറ്റി ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? അതാണോ കമന്റ് എന്ന് പറഞ്ഞത്? ജസ്റ്റ് എഴുതി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെയല്ല, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. എഴുതി നോക്കൂ ജസ്റ്റ്. അപ്പൊ നമുക്ക് എഴുതാത്തത് ആൻസർ ഞാൻ പറയുമ്പോ ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ആൻസറും കൂടി നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, കിട്ടാത്തത് വരുമല്ലോ. ഇവിടെ നമുക്ക് മാർക്കൊന്നും ഞാൻ നോക്കണില്ല, ജസ്റ്റ് നിങ്ങളിൽ എത്രത്തോളം മൈൻഡിലുണ്ടെന്നൊന്ന് ടെസ്റ്റ് നടത്തേണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതില്ല നിങ്ങൾ ജയിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായോ ഇല്ല അതൊന്നും നോക്കണില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള അറിവ്, നിങ്ങളുടെ ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി ഇടക്ക്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി മാത്രം കേട്ടോ. അടുത്ത ചാപ്റ്റർ നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഒരേപോലെ പോട്ടാലോ. ദെൻ എത്തിക്കലാണ് ലീഗൽ ഇഷ്യൂസ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾക്ക് വായിച്ചു നോക്കണോ? ജസ്റ്റ് ഒന്ന് വായിക്കൊന്നും വേണ്ട. ഓക്കെ, ഒരു 5 മിനിറ്റ് സമയം തരാം, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. കയ്യിൽ എല്ലാവരുടെ നോട്ട് ഉണ്ടോ? എത്തിക്കലാണ് ലീഗൽ ഇഷ്യൂ കയ്യില നോട്ട്സ് ഉണ്ടോ? PDF ഇതുണ്ടോ കയ്യില എല്ലാവരുടെയും? ഓക്കെ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് സമയം തരാം. 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്ത് വായിക്കാം കേട്ടോ. ടൈം എത്രയായി? ഓക്കെ, 10:57 ആയി അല്ലെ? മൈൻഡിലുണ്ടെന്ന് അറിയാൻ വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം വായിച്ചാൽ മൈൻഡിലുള്ളതൊക്കെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒരൊറ്റ പഠിക്കല് അവിടെ വെച്ച് പഠിക്കാനല്ല അവിടെ പറയുന്നത്, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡിലെ ചെറിയ ചെറിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കേട്ടോ. മെമ്മറി ഡെവലപ്പ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഇതിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഞാൻ പറയാറില്ല, നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. 21 days നമ്മളൊരു കാര്യം കണ്ടിന്യൂ ചെയ്താൽ അത് നമ്മളുടെ എന്താ പറയാ ബിഹേവിയറായി മാറിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ മെമ്മറി ഇതുപോലെ ടെസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്ത് നോക്കി, അത് നമ്മളുടെ ഒരു എന്താ ജീവിത ശൈലിയായി മാറും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് പേപ്പർ പോലെ ചെയ്യാം. മാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തെറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നത് നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, റെഡിയായോ? ജസ്റ്റ് നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക കേട്ടോ, ബുക്കോ പേപ്പറോ പെണ്ണും എടുക്കാം. ഓക്കെ,
കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നുള്ളൂ കേട്ടോ, എക്സാം ആയിട്ട് ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം പെട്ടെന്ന് തന്നെ. ടൈം പോണ്, കുറച്ച് ചാപ്റ്റർ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നുള്ളൂ ടീച്ചറെ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ച്, കാരണം 2 ചാപ്റ്റർ കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം കേട്ടോ, ശ്രദ്ധിക്കാം. Dash is a system of moral principle. Answer ഏതാട്ടോ? Dash is a system of moral principle. A system of moral principle is called എന്താണ്? System of moral principle. കമന്റ് ചെയ്യണ്ട, ബുക്കിൽ എഴുതിക്കോളൂ. കമന്റ് ചെയ്യണോ നിങ്ങള്? ബുക്കിൽ എഴുതുന്നില്ലേ? എക്സാം ആയിട്ട് നടത്തണ്ടേ? ഓക്കെ, then second one, കുറച്ച് ക്വസ്റ്റ്യൻ മാത്രം ബുക്കിൽ എഴുതാം, ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ, MLC stand for MLC. 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 Okay. Next one, write the 2 example of any medico-legal case. Medical MLC കേസുകൾക്ക് ആൻസർ പറഞ്ഞല്ലോ. ഓക്കെ, MLC കേസിന് എക്സാമ്പിൾ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാം കേട്ടോ. എല്ലാവർക്കും അറിയാലോ, കുഴപ്പമില്ല. MLC കേസിന് ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാം, നിങ്ങൾക്ക് അറിയാവുന്ന 2 എക്സാമ്പിൾ എഴുതാം. MLC കേസിന് എക്സാമ്പിൾ. ഓക്കെ, then next one, RTA stand for. RTA ഫുൾ ഫോം എഴുതാം. എപ്പോഴും മാറിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് RTA. അപ്പൊ അത് ശ്രദ്ധിച്ച് എഴുതാം. RTA. നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചിലപ്പോ ഓപ്ഷൻ കാണാം അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സ് കൺഫ്യൂഷനിലോട്ട് പോകരുത്, കറക്റ്റ് ആൻസർ തന്നെ ചെയ്തോളണം കേട്ടോ. RTA. Then next question, birth and death certificate provided by. ആരാണ് ബർത്തും ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ഒരു കൺഫ്യൂഷൻ ആക്കാം, കുഴപ്പമില്ല, എങ്കിലും ചെയ്യാം. ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay. Then the question, the word tortoise means. Tortoise എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? കൃത്യമായിട്ടും പറയുന്നത് കിട്ടത്തില്ല. Tortoise meaning ഒറ്റ വാക്കാണത്. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും. The word tortoise means. എഴുതിയോ? എഴുതിയില്ല എല്ലാവരും? The word tortoise means. Next one, Consumer Protection Act formed by. ഇയർ എഴുതാനാണ് കേട്ടോ. ഇയറും മന്തും കൂടിയാണല്ലോ തന്നിരിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. Consumer Protection Act. Okay. Next one, full form of NGO. NGO ന്റെ full form എന്താ? സിമ്പിൾ ആണ്. NGO full form. Okay. Next one, ശ്രദ്ധിക്കാം കേട്ടോ.
which act is to provide for the stoppage of certain pregnancy? ഏത് ആക്ട് ആണെന്ന് certain pregnancy സ്റ്റോപ്പേജ് ചെയ്യുന്നത്? Which act is to provide for stoppage of certain pregnancy? എത്ര ക്വസ്റ്റ്യൻ ആയി? 9th ആണോ എഴുതിയത് നിങ്ങള്? ആണോ? ഓക്കെ, ഒരെണ്ണം കൂടി ചോദിക്കാം. 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് കെയിം ഇൻ. എന്താണ് നിലവിൽ വന്നത്? ബയോമെഡിക്കൽ ഹാൻഡിൽ മാനേജ്മെന്റ് നിലവിൽ വന്ന ഇയർ എന്താ? ഇയർ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി ജസ്റ്റ് ഒന്ന് ആൻസർ വായിക്കാം. നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം എഴുതിയത് നോക്കാം കേട്ടോ. ഇനി കുഴപ്പമില്ല, തെറ്റിക്കൊള്ളട്ടെ, നമുക്ക് പഠിക്കാലോ. അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡാഷ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. ആൻസർ എന്തായിരുന്നു? ആൻസർ ഏതാ? എത്തിക്സ്. എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ? എല്ലാവരും എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ നിലവിൽ വന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഏതായിരുന്നു? MLC ആയിരുന്നോ ചോദിച്ചത്? MLC എന്തായിരുന്നു ഫുൾ ഫോം? മെഡിക്കോ ലീഗൽ കേസ്. ദെൻ രണ്ട് എക്സാമ്പിള്. ഏതൊക്കെയായിരുന്നു എക്സാമ്പിള്? മെഡിക്കോ ലീഗൽ കേസിന്റെ എക്സാമ്പിൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. റേപ്പ് എഴുതാം, സൂയിസൈഡ് വരാം, ദെൻ ഹോമിസൈഡ് വരാം, ആക്സിഡന്റ്. ഓക്കെ, എഴുതി കാണുമല്ലോ. ഏതെങ്കിലും രണ്ടെണ്ണം. പോയിസണിങ് നിങ്ങൾക്ക് അറിയാലോ. രണ്ടെണ്ണം കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കൊടുക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ RTA. RTA അല്ലേ ചോദിച്ചത്? അടുത്തത് ഫുൾ ഫോം. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. RTA ഫുൾ ഫോം എന്തായിരുന്നു? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഓക്കെ, ശരിയായ എല്ലാവരുടെയും. കാരണം റോഡ് ട്രാൻസ്പോർട്ട് ആണോ എന്നൊരു ഡൗട്ട് അടിക്കും ചിലപ്പോ. നമുക്ക് ഫുൾ എന്താ ഓപ്ഷൻ കാണുമ്പോഴേ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ട്രാഫിക് ആണേ. Then next question ചോദിച്ചത് ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡഡ് ബൈ. എവിടുന്ന പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റല്. ശരിയായ എല്ലാവരുടെയും ഹോസ്പിറ്റല്. ഓക്കെ. Then the word tortoise mean. Tortoise എന്താ? ടോർട്ടസ് എന്ന് വെച്ചാല് ട്വിസ്റ്റഡ്. എത്ര പേര് ശരിയാക്കി ട്വിസ്റ്റഡ്? കുറച്ച് പേര് ചെയ്തിട്ടുണ്ടോ? ട്വിസ്റ്റഡ് ട്വിസ്റ്റഡ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇതില്ല ട്വിസ്റ്റ്. ഓക്കെ, എവിടെയെങ്കിലും ഓർമ്മ വെച്ച് എനിക്ക് തോന്നുന്നു എഴുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ട്വിസ്റ്റഡ് എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പൊ മീൻസ് മീനിങ്ങിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് കേട്ടോ ട്വിസ്റ്റഡ് എന്ന് തന്നെ എഴുതണേ. Then next question, Consumer Protection Act എന്നായിരുന്നു? 1987 September 1. Okay, 1987 September നേരിക്കും. Okay. Then അടുത്ത question, NGO. NGO full form എന്തായിരുന്നു? NGO, non government organization. Okay, ഒരാൾ മാത്രം ശരിയാക്കിയുള്ളൂ. non government organization. ഇനി ലാസ്റ്റ് വൺ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നാണ് നിലവിൽ വന്നത്? ഇയർ. ലാസ്റ്റ് അല്ല കേട്ടോ. സോറി അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വിച്ച് ആക്ട് ഈസ് ടു പ്രൊവൈഡ് ഫോർ സ്റ്റോപ്പേജ് ഓഫ് പ്രഗ്നൻസി? ഏതായിരുന്നു ആൻസർ? ഏത് ആക്ട് ആയിരുന്നു? MTP ആക്ട്. ഓക്കെ, MTP ആക്ട്. ലാസ്റ്റ് വൺ പറഞ്ഞത് ഏതായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നായിരുന്നു? 1998 കേട്ടോ. ആൻസർ 1998 ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അത്രയാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, എല്ലാവരുടെയും ആൻസർ ഒക്കെ ശരിയായോ? കുറച്ചൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും അല്ലെ? കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. തെറ്റിപ്പോയതൊക്കെ നമുക്കറിയാലോ ഏതൊക്കെയാണ് നമ്മുടെ തെറ്റ് പറ്റിയത് അല്ലെ? അപ്പൊ അത് ഒരെണ്ണം തെറ്റിപ്പോയി. ഓക്കെ, അല്ല ചിലപ്പോ ഒന്നോ രണ്ടോ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാകാം.
അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഏതൊക്കെയാണോ തെറ്റിയത്, RT തെറ്റിപ്പോയി. അത് തെറ്റി ശ്രീജ? റോഡ് ട്രാൻസ്പോർട്ട് എന്നായിരിക്കും എഴുതിയത് ആണോ? അതെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം നമുക്ക് പലപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ ഈ ഓപ്ഷൻ നമ്മളെ ചിലപ്പോൾ തെറ്റിക്കും. അതല്ലേ, ഇതിപ്പോ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ട്രാഫിക് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ പലർക്കും നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോ ഒന്ന് ട്രാൻസ്പോർട്ട് ആയിരിക്കുമല്ലോ, ചിലപ്പോ നമുക്ക് അവിടെ പോയി എത്തിയേക്കാം അല്ലെ, അങ്ങനെ ഒരു ചിന്ത വന്നേക്കാം കേട്ടോ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ട്രാഫിക് ആണെന്നുള്ളത് മനസ്സിൽ എപ്പോഴും കാണും കേട്ടോ. ട്രാഫിക്കിൽ പ്രശ്നം വരുമ്പോഴാണ് ആക്സിഡൻസ് ഉണ്ടാവണേന്ന് ചിന്തിക്കാം. ഓക്കെ, അങ്ങനെ മൈൻഡിൽ ഒരു ചെറിയൊരു കോഡൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കാം പഠിക്കാനായിട്ട്. ഓക്കെ, ദെൻ ചാപ്റ്ററില ഓപ്ഷൻ കുഴപ്പിച്ചാലും പ്രശ്നമില്ല. നമ്മൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ മൈൻഡിൽ ആൻസർ ഉണ്ടല്ലോ, അത് അവിടെ ഓപ്ഷനിൽ ഉണ്ടോ എന്നൊന്ന് നോക്കാം, അത് മാത്രം മതി. ഓക്കെ, ദെൻ അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാം. പബ്ലിക് റിലേഷൻ കേട്ടോ. എല്ലാവർക്കും പബ്ലിക് റിലേഷൻ അത്ര ഇഷ്ടമാണോ? എല്ലാവരും ഫസ്റ്റ് തുടങ്ങി പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ പബ്ലിക് റിലേഷൻസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്താൽ മതി. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ചാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കിന്റെ പേരെന്തായിരുന്നു? ബെർണാഴ്സിന്റെ ബുക്കിന്റെ പേര് എന്തായിരുന്നു? അതറിയില്ല. ക്രിസ്റ്റലൈസ്ഡ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ. ക്രിസ്റ്റലൈസ്ഡ് പബ്ലിക് ഒപ്പീനിയൻ ഫുള്ളായിട്ട് പഠിക്കണോണ്ട് ബുക്കിന്റെ പേര്. ഓക്കെ, ദെൻ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, ഫാദർ ഓഫ് പബ്ലിക് എഡ്വേർഡ് ബെർണാർഡ്. ദെൻ രണ്ട് ഡെഫിനേഷൻ ഉണ്ടായിരുന്നു അല്ലെ, അതും ഒന്ന് പ്രത്യേകം നോക്കണം കേട്ടോ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് ഡെഫിനേഷൻ എഴുതിയത് ജോൺ മില്ലറ്റ് ആണ്. ദെൻ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Phone operator, enquiry officer, admission officer, clerk working behind the screen. Identify method. അത് ഏത് ടൈപ്പ് ആണെന്ന്, അതായത് ഏത് മെത്തേഡ് ആണെന്ന് ഓപ്ഷൻ പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണോ, ഡയറക്റ്റ് മെത്തേഡ് ആണോ, ഓപ്പറേറ്റീവ് മെത്തേഡ് ആണോ, ഇൻഡയറക്റ്റ് മെത്തേഡ്? ഇതിൽ ഏതാണ് ആൻസർ? ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസർ. ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ടെലിഫോൺ ഓപ്പറേറ്റർ വരുന്നുണ്ട്, എൻക്വയറി ഓഫീസർ, ദെൻ അഡ്മിഷൻ ഓഫീസർ, ക്ലർക്ക്, വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ. ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണോ, ഓപ്പറേറ്റീവ് ആണോ, ഡയറക്റ്റീവ് ആണോ, ഇൻഡയറക്റ്റീവ് ആണോ? ഓപ്പറേറ്റീവ്. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഓപ്പറേറ്റീവ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് നോക്കാം കേട്ടോ. Question ശ്രദ്ധിക്കാം. To suggest hospital administration the method to overcome their shortcomings is the duty of. അതായത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻസിന്റെ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? സജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല, ആരാണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന്. ക്ലൂ വേണോ? ഓപ്ഷൻ തരട്ടെ? ഓപ്ഷൻ വേണോ? ശ്രദ്ധിക്കാം ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്മൾ പറയാവേ. ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദ മെത്തേഡ് ടു ഓവർകം ദർ ഷോർട്ട് കമ്മിങ്സ്. ഓപ്ഷൻ നോക്കാം. PRO, സ്പീക്കേഴ്സ് ബ്യൂറോ, അഡ്വൈസറി കമ്മിറ്റി. 3 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആരാണ് സജസ്റ്റ് ചെയ്യുന്നത്? അന്ന് ഞാൻ എടുത്തപ്പോ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, ശ്രീജ അഡ്വൈസറി കമ്മിറ്റി. കുറച്ചുപേര് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡ്വൈസറി കമ്മിറ്റി ഞാൻ പറഞ്ഞല്ലോ, സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഉപദേശം കൊടുക്കലാണ് അല്ലെ. അപ്പൊ അഡ്വൈസറി കമ്മിറ്റികളാണ് എന്ത് ഉപദേശം കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതൊരു തോട്ടാണ് കേട്ടോ, ശ്രദ്ധിക്കുക. തോട്ട് ഞാൻ വായിക്കാം. തോട്ട് എഴുതിയ വ്യക്തിയുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. നോക്കാം.
It is not in the complaint. Customer remember but the outcome written by ആരായിരുന്നു? ഓർമ്മയുണ്ടോ പേര്? ഐസഡോർ. ഫുൾ നെയിം എന്തായിരുന്നു? പേര് മാർക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം പേര് ഇടാൻ പറ്റില്ലല്ലോ. ഐസഡോർ ഷാർപ്പ് കേട്ടോ. ഫുൾ നെയിം പഠിക്കണം കേട്ടോ. ഷാർപ്പ് ഐസഡോർ ഷാർപ്പ്. ഓപ്ഷൻ കാണുമ്പോൾ കുഴപ്പമുണ്ടാവില്ല അല്ലെ? കുറച്ച് പേരൊക്കെ അറിയാം. ബാക്കി ഓപ്ഷൻ വരുമ്പോ എഴുതാമല്ലോ, ബുദ്ധിമുട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ. എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ. ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ അറിയില്ല. ആൻസർ ഏതായിരുന്നു? ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് പേഷ്യൻസ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് പേഷ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Who is accountable for media placement and arranging organizational functions and affords the executives? ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. എല്ലാവരുടെയും കമന്റിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. PRO ആണോ? ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാവേ. Who is accountable for media placement and arranging organizational function and effort executing? Answer PRO. ഞാൻ നിങ്ങളൊന്ന് ഡൗട്ട് എടുപ്പിക്കാൻ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. PRO ആണ് ആൻസർ. ഓക്കെ, then next one. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. VIP stand for അറിയാലോ? VIP full form. Very important person. Okay. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പബ്ലിക് റിലേഷൻസിൽ നിന്ന് അത്യാവശ്യം കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു അറിയാം അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നോക്കാം കേട്ടോ. അതിലധികം കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കാം. COPD ഫുൾ ഫോം എന്താണ്? COPD എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. COPD ഫുൾ ഫോം പെട്ടെന്ന് പറയാം കേട്ടോ. COPD ആർക്കറിയില്ല? COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ലാഫിംഗ് ഗ്യാസ് എന്തായിരുന്നു? ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് ലാഫിംഗ് ഗ്യാസ്. ഇതൊക്കെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണ്ടേ? നൈട്രജൻ ആണോ? ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ്. നൈട്രജൻ അല്ലാട്ടോ, നൈട്രസ് ഓക്സൈഡ്. ഇതൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രത്യേകം പഠിക്കാട്ടോ. നൈട്രസ് ഓക്സൈഡ് ആണ്, മാറിപ്പോകരുതും. Then insuflating gas. ഏതാണ് insuflating gas? വീർപ്പിക്കുന്ന insuflating. കുറെ സ്കോപ്പുകളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടായിരുന്നല്ലോ. insuflating ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഹൈഡ്രജൻ ആണോ insuflating? കുറച്ചും കൂടി ആലോചിച്ച് നോക്കി. insuflating CO2 അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇൻസഫ്ലേറ്റിംഗ്. മാർക്ക് പോകരുത് കേട്ടോ. ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ
ലാഫിംഗ് നൈട്രസ് ഓക്സൈഡ്. അങ്ങനെ തന്നെ എഴുതി പഠിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോകും, നമുക്ക് പറഞ്ഞില്ല മാറിപ്പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്നത് ഏത് ഗ്യാസ് ആണ്? ക്രയോ സർജറി, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി? ഏതാണ് ആൻസർ? ക്രയോ സർജറി ആൻസർ നൈട്രജൻ. ഓക്കെ, ഈ നൈട്രജനും നൈട്രസ് ഓക്സൈഡും കൂടെ നമ്മൾ തെറ്റിക്കും കേട്ടോ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കരുതും, കൃത്യമായിട്ട് പഠിക്കുക. നൈട്രസ് ഓക്സൈഡ് എവിടെയായിരുന്നു? ലാഫിംഗ് ആണ്. ഓക്കെ, നൈട്രജൻ ക്രയോ സർജറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വായിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. Dash contains a high pressure cylinders on two banks. One is backup to other. പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ കേട്ടോ. അത് ഞാൻ അത്രയും നിങ്ങൾക്ക് നമ്മൾ നല്ല രീതിയിൽ എടുത്തു പോയൊരു ഭാഗമാണ്. ആണോ? Two high pressure cylinders എന്ന് പറയാം. ആൻസർ വന്നു കഴിഞ്ഞല്ലോ. Dash contains high pressure cylinders on two banks. One is backup to other. Manifold system. ഓക്കെ, പറഞ്ഞില്ലേ രണ്ട് സൈഡുകളുണ്ട്, ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ടു ബാങ്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ എഴുതിക്കൊള്ളണം, മാനിഫോൾഡ് സിസ്റ്റം ആണ് കേട്ടോ. ടു ബാങ്ക്സ് എന്ന് നമുക്ക് കേട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരണം, അത് മാനിഫോൾഡ് സിസ്റ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, which metal is used to make pipe in centralized gas system? ഏത് മെറ്റലാണ് നമ്മൾ പൈപ്പില് മെഡിക്കൽ ഗ്യാസിന്റെ പൈപ്പ് ലൈനിൽ ഉപയോഗിക്കുന്നത്? ഏത് മെറ്റലാണ്? മെറ്റൽ ഏതാ ഉപയോഗിക്കുന്നത്? ഹൈ ക്വാളിറ്റി കോപ്പർ. ചിലപ്പോ ഓപ്ഷനിൽ കോപ്പർ ആണെങ്കിൽ കോപ്പർ ആയിരിക്കും ആൻസർ. ഓക്കെ, then which color code indicate the suction? Suction indicate ചെയ്യുന്ന കളർ കോഡ് ഏതാണ്? Suction indicate ചെയ്യുന്ന കളർ കോഡ് ഏതാണ്? ഏതായിരുന്നു suction? ഒരു ഐഡിയ ഇല്ല, ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കൂ. Suction indicate ചെയ്യുന്ന കളർ കോഡ് യെല്ലോ അല്ലെ? യെല്ലോ കളറാണ്. Then MSDS എന്തായിരുന്നു? MSDS ഫുൾ ഫോം പറയാട്ടോ. MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓക്കെ, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. Next one, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. A device that accepts gas at a high pressure and lessen it to a much lower working pressure is called. എന്താണ്? അതായത് ഒരു ഡിവൈസ് ആണ് അല്ലെ? ആൻസർ വന്നു. Device accept gas at a high pressure and lessen. ഹൈ പ്രഷറിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. അപ്പൊ തന്നെ മനസ്സിലായല്ലോ എന്താണ്? റെഗുലേറ്റർ. നമ്മള് ഫാനിന്റെ സ്പീഡൊക്കെ കുറക്കുന്ന കാര്യം പറഞ്ഞില്ലേ? റെഗുലേറ്റർ. ഇനി ERP ഫുൾ ഫോം പറയാട്ടോ. ERP ഫുൾ ഫോം ERP എമർജൻസി റെസ്പോൺസ് പ്ലാൻ. ഓക്കെ, then next question കൂടി ചോദിക്കാവേ. Which machine is used to provide anesthetic for patient? പേഷ്യൻസിന് അനസ്തെറ്റിക് ഗ്യാസ് കൊടുക്കുന്ന ഒരു മെഷീനെ കുറിച്ച് പറയുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തില്. മെഷീന്റെ പേരെന്താണ്? ഓർമ്മയുണ്ടാക്കിയെങ്കില്? ഓക്കെ, ബോയിലിംഗ് മെഷീൻ കേട്ടോ. ബോയിലിംഗ് മെഷീൻ ഓർത്തിരിക്കണോട്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുമ്പോഴേ നമുക്കിത് കേട്ടിട്ടില്ലാത്ത പോലെ ഇരിക്കരുത് ഓപ്ഷൻ കാണുമ്പോ കേട്ടോ.
ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മള് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണെന്ന് റിവിഷൻ ചെയ്തത്. ദെൻ കുറച്ചും കൂടി ഉണ്ട്, അത് നിങ്ങൾ നോക്കുക, എളുപ്പമാണല്ലോ. ലോണ്ടറി ആൻഡ് ലിനൻ, ദെൻ ഹൗസ് കീപ്പിംഗ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ചാപ്റ്റേഴ്സുകളാണല്ലോ. അപ്പൊ അത് അത്യാവശ്യം നമുക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും, പഠിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ അപ്പോ ഇനി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ ഓഫ് ഫിഷിന് കുറച്ച് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വലിയ കുറച്ച് എത്തിക്കല, ലീഗല അല്ലെ, അതൊക്കെ കുറച്ച് ഇയറുകൾ അധികം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കുറച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സുകളുണ്ട്. മറ്റു ചാപ്റ്റർ പഠിക്കേണ്ടതല്ല കേട്ടോ, അത് നിങ്ങൾ എളുപ്പം പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്നതാണ് അല്ലെ. നമ്മൾ ലാസ്റ്റ് വൺ എടുത്തിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ആയാലും ലോണ്ടറിയിലൊക്കെ അത്യാവശ്യം നിങ്ങൾ എടുത്തിട്ട് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്നാണ് ഒരു നമ്മൾ ആ എടുക്കുന്നതിലൂടെ തന്നെ നമ്മൾ മാക്സിമം പഠിച്ചു പോകാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് അല്ലെ. പക്ഷെ അതിന് മുന്നേ നമ്മൾ എടുത്ത കുറച്ച് വലിയ വലിയ ചാപ്റ്ററുകൾ പഠിച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, ബാക്കി ഇനി നമുക്ക് കിട്ടുന്ന ടൈം, അതായത് എന്താണ് സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ടൈം സ്റ്റഡി തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ സ്റ്റഡിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക ആ ദിവസങ്ങള്. ഓക്കെ, നമുക്ക് പല പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാകും, എങ്കിലും നമ്മളുടേതായിട്ടുള്ള കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. നമുക്ക് തന്നെ അത് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾക്കൊരു സമയം നീക്കി വെക്കുക. ഇപ്പോ പലർക്കും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, ചിലപ്പോ വീട്ടിലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകാം അല്ലെ. അപ്പോ എന്തായാലും നമ്മള് 6 month പഠിച്ചല്ലോ അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ തന്നെ സ്വയം ഞാൻ തന്നെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുക, എങ്കിലും നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നേ, കുറച്ച് നാളത്തേക്കുള്ള ബുദ്ധിമുട്ടല്ലേ, പിന്നീട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ലാതെ ആകും. ഓക്കെ, ഷുവറായിട്ട് എല്ലാവരും അപ്പൊ പറയുന്നത് പോലെ കീപ്പ് ചെയ്യുക, പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി കഴിഞ്ഞ ദിവസം ടീച്ചർ ടാറ്റയൊക്കെ പറഞ്ഞു പോയതാണ്. അപ്പൊ ഇനി നമുക്ക് എക്സാമിന് എന്തായാലും കാണാം കേട്ടോ. എക്സാം ഹോളിൽ ടീച്ചർ ഉണ്ടാകും, എന്തെങ്കിലും എല്ലാ എക്സാം ഹോളിൽ എന്തായാലും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നാളെ നിഷ മാമിന്റെ ക്ലാസ്സും കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ 6 month കോഴ്സിന്റെ കംപ്ലീറ്റ് ആവണേണ് അല്ലെ. കുറച്ച് നാളെ നിങ്ങൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് പഠിച്ചു അല്ലെ. അപ്പൊ അത് എന്താണ് ഭാവിയില് നല്ലൊരു ജോലിയിലേക്കാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ എക്സാമിന് കണ്ടുമുട്ടാം, നമുക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ മീറ്റ് ചെയ്യാം. ചിലപ്പോ എനിക്ക് നിങ്ങളെല്ലാവരും മനസ്സിലാവണമെന്നില്ലല്ലോ, കാരണം റിവിഷൻ ചെയ്തതിന്. ഓക്കെ, അല്ലെ. അപ്പൊ മീൻസ് നിങ്ങളെ നമ്മൾ സ്ക്രീനിൽ കാണുന്നില്ല, ഒരു വീഡിയോയിൽ എക്സാമിന് മാത്രം കാണുന്നുണ്ട്. അപ്പൊ പലരുടെയും മുഖം അങ്ങനെ നമുക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. മീൻസ് ടീച്ചേഴ്സിനെ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമല്ലോ, കിട്ടില്ലേ? എവിടെ വെച്ചെങ്കിലും നമുക്ക് കണ്ടാല് ഓർമ്മ കിട്ടോ ടീച്ചേഴ്സിന്റെ ഫേസ്? കിട്ടും. ഓക്കെ, നമുക്ക് എവിടെ വെച്ചെങ്കിലും മീറ്റ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ കാണുമ്പോ വന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ പഠിച്ച് എക്സാമിനൊക്കെ വേണ്ടി ഈ ദിവസങ്ങളിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാ ഗുരുക്കന്മാരുടെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥിക്കുക നല്ലപോലെ കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു എക്സാം. താങ്ക് യു മാം. ഇനി അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ, നെക്സ്റ്റ് ക്ലാസ് ഇല്ല, കാരണം ഇംഗ്ലീഷ് ഓൾറെഡി കഴിഞ്ഞതാണല്ലോ. ഇനി നാളത്തെ നിഷ മാമിന്റെ ക്ലാസ് ആയിരിക്കും, മീൻസ് അതുകൂടിയാണ് നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ.